ഇത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ തോന്നുന്ന, പ്രത്യേകിച്ച് ഒരൊറ്റ മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നതും. ഒരുപാട് പണിയോ തിരക്കോ ഒന്നുമില്ലാനും, പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ നമുക്കിതിൻ്റെ കൂടെ ഒരു കറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത നല്ലൊരു അടിപൊളി പലഹാരമെന്നോ ചായക്കടിയെന്നോ എന്ത് വേണമെങ്കിലും പറയട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തത് നിങ്ങൾ കണ്ടില്ലേ, കുറച്ച് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മൈദപ്പൊടിയും. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്, എന്നാൽ മൈദപ്പൊടി ചെയ്താൽ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് പൊടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആവും. മൈദപ്പൊടി ചെയ്താൽ ഹെൽത്ത് എന്ന് പറയാൻ അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പൊറോട്ടയൊക്കെ കഴിക്കണില്ലേ, അതിലേക്കൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഞാൻ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി മൈദപ്പൊടിയും കൂടി കൂട്ടി കുഴച്ചിട്ടുള്ള പൊടി എടുത്തുകാണ്ട് ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ലേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇതാ ലേശം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. നല്ലോണം കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ പൊറാട്ടയ്ക്കും ചപ്പാത്തിക്കും കുഴക്കണ മാതിരി മല്ലിക്കിട്ട് കുഴക്കണം എന്ന് വിചാരിക്കണ്ട. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. അത്രേ പണിയുള്ളൂ മക്കളെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കുഴക്കലൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കട്ടോ. ആ ഒരു സമയം നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ആ പണി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഡോന് ലേശം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഒരു കാറ്റോ വീപ്പോ തട്ടാത്ത രീതിയിലുള്ളൊരു മൂടി കൊണ്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് നല്ലോണം ഡ്രൈ ആയിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ട് ഇതാ ഇതുപോലൊരു ചട്ടി അങ്ങോട്ട് വെച്ചെടുത്തോളിട്ടാ. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചിരുന്നത്. എന്നിട്ട് ആ ഒരു ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്തുണ്ടല്ലോ ഒരു 2 സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ചേർക്കണില്ല, നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. അത്ര പണിയുള്ള നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആവാൻ വേണ്ടി പോകാനായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളിട്ടോ. അപ്പോൾ ഇതാ മൂടി വെച്ചിക്കണേ. ഇനി ഇതാ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്നപ്പോഴേക്കും ഈ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെച്ചാൽ കുറച്ച് തന്നാൽ ഒരു 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇലയാണ്. 2-3 തണ്ട് കറിവേപ്പില എടുത്തോളി. ഞാനിപ്പോൾ ഇവിടെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഊരിയിട്ട് നിങ്ങൾക്ക് വേണം വലിയ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോളി. ഞാനിപ്പോൾ കട്ടിങ്ങിനൊന്നും പോകണില്ല, ഇതുപോലെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു കറിവേപ്പിൻ്റെ ഇല ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ആ ഒരു കറിവേപ്പിൻ്റെ ഇലയും കൂടി നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ. അപ്പോൾ ഇതാ കറിവേപ്പിൻ്റെ ഇലയൊക്കെ വാടി ആ ഒരു ഉള്ളിയിലൊക്കെ എടുത്താട്ട് ഇപ്പോൾ എന്താണെന്നറിയാൻ വേണം, നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഇതാ ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതൊക്കെ നമ്മളെ വീട്ടിലുള്ള പൊടികൾ തന്നെയാണ്, പൂവുണ്ടാകുന്ന പൊടികളാണ്. മല്ലിപ്പൊടിയൊക്കെ ഇപ്പോൾ ആരെ വീട്ടിലുണ്ടാവാതിരിക്കുക. അങ്ങനെ മല്ലിപ്പൊടി കഴിഞ്ഞതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നല്ലൊരു കളറും കിട്ടും, എന്നാൽ എരിവറ്റുണ്ടാവില്ല. അതിൻ്റെ പേരിലാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ താഴെക്കണ്ട് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുളക് പൊടിയാണ്, സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ലേശം അളവ് കുറച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നല്ലൊരു ഇതിന് ഏറ്റവും രുചി കൂട്ടുന്ന ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് വേറെ ഒന്നുമല്ല മക്കളെ, ഇതാണ് തക്കാളി. അപ്പോൾ ഈ ഒരു തക്കാളി നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ശേഷമായിട്ട്, അതിൻ്റെ മുമ്പായിട്ട് ഇനിയിപ്പോൾ സവാളൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണ എന്തൊരു സാധനം ചെയ്തെടുക്കുമ്പോഴും തക്കാളി ഇട്ട് കൊടുക്കുക. പക്ഷെ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് തക്കാളി ഈ പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നല്ലവണ്ണം പഴുത്ത അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കുനുകുനാ അരിഞ്ഞോളി.
പിന്നെ ഇപ്പം നിങ്ങളടുത്ത് അത്യാവശ്യം വലിയ തക്കാളിയില്ല, ചെറിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ആ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു പൊടികളൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേശം ഉപ്പ്, ഇതിലേക്ക് നമ്മൾ ഇതൊന്നും ചെയ്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സവാള എല്ലാത്തേക്കും പാകത്തിന് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വീണ്ടും ഒന്നും കൂടെ മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം കേട്ടോ. നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഉണ്ടാവില്ല ഒരുമാതിരി മണം, നല്ലൊരു സ്മെല്ല്. ആ ഒരു സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ പറ്റ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മുട്ട. ഈ ഒരൊറ്റ മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കണുള്ളൂ. പിന്നെ 2 3 മുട്ടയൊന്നും ചേർക്കണില്ല. ആ ഒരു മുട്ട എന്ത് ചെയ്യുക, ഈ ഒരു ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നടുമുട്ടത്തലാക്കിയിട്ട് മുട്ടനെ നടുവൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ തന്നെ തീ നിന്നോട്ടല്ല എന്നുണ്ടെങ്കിൽ മുട്ട വേഗം കരിഞ്ഞു പോകും. ഈ മുട്ട ഒരു ബുൾസൈ മോഡലാക്കിയിട്ട് ഇത് മുഴുവനിലും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമോ അതല്ലെങ്കിൽ മൂടി വെച്ചിട്ട് ഒരുപാട് സമയം വേവിക്കൊന്നും വേണ്ട. ഇത് ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ് കറക്റ്റാണ് കേട്ടോ, നല്ലൊരു പാകം വേവുമാണ്. ഇനി അതവിടെ നിൽക്കട്ടെ. അതൊന്ന് ചൂടാറുമ്പോഴേക്കും നമ്മുടെ ഇഡോ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ തളികയിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കുഴക്കണ്ട, ഇങ്ങനെ നീട്ടിയിട്ട് നമുക്ക് എത്രത്തോളം വേണോ ഇതിൻ്റെ ആ ഒരു വട്ട് എന്നുണ്ടെങ്കിൽ അനുസരിച്ചിട്ട് ഇതതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ കൈ കൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് പിച്ചെടുത്തോളൂ. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ചിക്കന്, അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഒറ്റ മുട്ട എന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ കൊണ്ട് വന്നിക്കണെന്ന്. അപ്പോൾ മക്കളെ വേറെ ഒന്നുമല്ല, ഞാൻ ചിക്കൻ പൊരിച്ചത് കുറച്ചുകൂടെ ബാക്കി ഉണ്ടേന് കേട്ടോ. അപ്പോൾ ആ ഒരു ബാക്കിയുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കനൊക്കെ ഇട്ടെടുത്താൽ ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ ഇട്ടെടുത്തില്ല വെച്ചിട്ട് ടേസ്റ്റ് വലിയൊരു കുറവൊന്നും ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോണ്ടല്ലോ, നിങ്ങളടുത്ത് ബീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ടെടുത്തോളി. ഞാൻ ഏറെ ഉണ്ടാക്കൽ ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ ഒറ്റ മുട്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ കിടക്കണ കണ്ടപ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് പിച്ച് കാണ്ട് ഇതിലേക്ക് ഇട്ടെടുത്താലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ ഇട്ടെടുത്തതിന്. അപ്പോൾ നിങ്ങളടുത്ത് എന്തെങ്കിലും ഇട്ടെടുത്തോളൂ, ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കുള്ളൂ, യാതൊരു പ്രശ്നമില്ല. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലേ, ചെറിയൊരു ബട്ടെടുത്ത് എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തു. ഒരു 1/4 ഇഞ്ച് കനത്തിലുള്ള പത്തിരി പരത്തണം കേട്ടോ. തീരെ തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചാളും. അപ്പോൾ ഈ ഒരു കട്ടിയിൽ ഇതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് കുറച്ച് ഭാഗം കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരിക്കണമൊക്കെ ഇങ്ങോട്ട് മാവൊക്കെ ഇങ്ങോട്ട് പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞാനെടുത്ത വട്ട് ഒന്നും കൂടെ അതിന് മറ്റേ പകുതിയും കൂടെ എടുക്കണം. അപ്പോൾ ഒരു 1.5 വട്ട് വെച്ചിട്ടാണ് ചെയ്യണത്. കുറച്ച് കട്ടിയിൽ തന്നെ മാവ് എടുത്തോളൂ. എന്നിട്ട് പരത്തുമ്പോഴാണ് നമുക്കിത് കുറച്ചൊരു കട്ടിയിൽ കിട്ടുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫില്ലിങ്ങൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സിൽ കരുതിക്കോളി. നിങ്ങൾക്ക് തോനെ ഫില്ലിങ് വേണമെങ്കിൽ തോനെ വെച്ച് കൊടുക്കുക, അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെച്ച് കൊടുക്കുക. ഏതായാലും ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ചെയ്യൽ. ചിലവർക്കൊക്കെ നല്ലോണം ഫില്ലിങ് വേണ്ടി വരും കഴിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഒരു സമൂസ ആയാലും എന്തായാലും. പക്ഷേ ചിലർക്ക് അധികം ഫില്ലിങ്ങിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഫില്ലിങ് ഇഷ്ടമില്ലാത്ത ആളാണ് എനിക്ക് ഇതിന് ഈ ഒരു മുരിഞ്ഞ് ഈ ഒരു ഇതൊക്കെയാണ് വേണ്ടത്, പുറം ഭാഗം. അപ്പോൾ ഏതായാലും ഞാൻ അത്യാവശ്യം തന്നെ ഇതെടുത്തിട്ട് കേട്ടോ, ഫില്ലിങ്ങൊക്കെ വെച്ചെടുത്ത് ബാക്കി 2 എണ്ണം ഇതുപോലെ പത്തിരി ആക്കിയിട്ട് പരത്തിക്കാണ്. കാരണം ഫില്ലിങ് കഴിഞ്ഞു, അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആക്കിയത്. ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് അത് വെക്കുമ്പോൾ അടിഭാഗത്ത് കുറച്ച് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി ഇങ്ങനെ വെച്ചെടുക്കണം ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് മുഴുവനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലോ ഒന്നും വേണ്ട, കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചെടുക്കുക ചട്ടിയിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലോണം മുമ്പൊന്നും വേണ്ട കേട്ടോ. നമുക്ക് 2 സൈഡിലും തിരിച്ചു മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി. ഇതിൻ്റെ ഉൾഭാഗത്തിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇത് ഉൾഭാഗം പുറം ഭാഗം കൂടി കണ്ട്, പുറം ഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചോളി. കാരണം ഇതിന് ഉൾഭാഗത്തുള്ള ഫില്ലിംഗ് ഒക്കെ വെന്തതല്ലേ, ഈ ഒരു പുറം ഭാഗത്തുള്ള തോട് മാത്രമേ വേവാനുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവും. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ വേഗം വേഗം പെട്ടെന്ന് പറഞ്ഞാൽ ഈ എണ്ണയെക്കാണ്ട് ഇട്ടിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ കത്തുമ്പോഴേക്കും ഇത് നല്ലോണം ഒരു സൈഡ് മുരിയും. അപ്പം തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങേ ഭാഗം മുരിയും ചെയ്യും. വേഗം നമ്മൾ പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ. അതുണ്ടല്ലോ, ഒറ്റ ട്രിപ്പ് വേഗം കഴിയണ്ടേ. എണ്ണ ഒന്നും കുടിക്കണില്ല. നമ്മൾ ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം എണ്ണ കുടിക്കൂലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കനും ബീഫ് ഒന്നുമില്ലെങ്കിലും ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ എടുത്തോളി, ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് എടുത്തോളി. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരൊറ്റ മുട്ട വെച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ഫില്ലിങ്ങിനുണ്ട് ഒരു പ്രത്യേക ഒരു രുചി കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും നമുക്ക് ഇത് ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു പിസ്സ റെഡിയാക്കണ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതിങ്ങനെ ചെയ്യാണ്. അതിൻ്റെ അടിയിൽ കൂടി ഇത് അനിയത്തി വിരുന്ന് വന്നാണ്. ഇപ്പോൾ സ്കൂൾ പൂട്ടൊക്കെ അല്ലേ. അപ്പോൾ ഓക്കിങ്ങനെ പിസ്സ ഉണ്ടാക്കാനൊക്കെ ഒരു പൂതി. അപ്പോൾ പിസ്സ തയ്യാറാക്കണ ഓരോ തിരക്കിലാണ്. അപ്പോൾ പിസ്സൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും ഇതിങ്ങനെ പൊരിക്കുമ്പോൾ ക്യാമറ ഇങ്ങനെ അതിൻ്റെ നേരെ ഇങ്ങനെ തിരിച്ച് വെച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ പിസ്സ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ, ഒരുപാട് ആളുകൾക്കൊക്കെ പിസ്സ അറിയാത്ത ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ ഓവൺ ഇല്ല എന്ന് വിചാരിച്ചിട്ട് പിസ്സ ഉണ്ടാക്കാത്ത ആളുകളുണ്ടാവും. ഇനിയിപ്പോൾ ഓവൺ ഉണ്ടായിട്ടും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്ത ആളുകളുണ്ടാവും. പിന്നെ പിസ്സൊക്കെ ഒരുപാട് നല്ല പൈസ കൊടുത്തെങ്കിലേ പിസ്സൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാലും അത് കഴിച്ചാലും പോതി തീരാത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ അനിയത്തി ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ വൈകാതെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല. അപ്പം പിസ്സക്കുള്ള ഇതൊക്കെ സോസൊക്കെ തയ്യാറാക്കണ ആ ഒരു പരിപാടി അതാണ് ചട്ടിയിലൊക്കെ വേവിക്കണത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ നല്ല കുട്ടികളൊക്കെ വിരുന്നൊക്കെ വന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇനിയിപ്പോൾ വിരുന്നേരൊക്കെ വരുമ്പം ഞാൻ പതിവ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലാണ്. ചിലപ്പോൾ വീഡിയോ എടുക്കും, ചിലപ്പോൾ വീഡിയോ എടുക്കില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ വിചാരിച്ചത് വീഡിയോ എടുത്താലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് കാട്ടിക്കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വലിയൊരു പണിയോ കാര്യമോ ഒന്നും നടക്കില്ല. എന്നാലും ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ ഒരു സ്കൂൾ പൂട്ടും അങ്ങനെ വെക്കേഷൻ്റെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ആവശ്യമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കഴിക്കാനും പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വിരുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നൊക്കെ പോകുന്ന ടൈമല്ലേ. അപ്പോൾ നമുക്ക് വലിയൊരു ചിലവോ കാര്യമില്ലാതെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ രണ്ടാലൊന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും ഒരു മുട്ടയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കുശാലായി. അപ്പോൾ അതിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള ഒരെണ്ണം കിട്ടണമെങ്കിൽ 15-20 രൂപ ഒക്കെ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തതൊന്നും അവർ ശരിക്കും അങ്ങോട്ട് ചേർക്കുകയൊന്നുമില്ല. അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് ഇങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, കണ്ടല്ലോ. അങ്ങനെ പിസ്സയുടെ പരിപാടി അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെ പരിപാടിയും കൊണ്ട് വേവിച്ചു ഇങ്ങനെ ഇതാക്കി ഒക്കെ ചൂടാറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കാണുമ്പോഴാണൊക്കെ ഇതിൻ്റെ ഉൾഭാഗം മക്കളെ നല്ല ഒരു എന്താ പറയാനാണ്. പക്ഷെ ഇതിങ്ങോട്ട് കട്ട് ചെയ്യുമ്പോണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തു നിന്നൊരു സ്മെല്ല് ഇങ്ങോട്ട് അടിക്കാണ്ട് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതാട്ടോ കട്ട് ചെയ്തത് നല്ലതാ. ഒരു എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്, നല്ല ഒരു മൊരിഞ്ഞ് നിൽക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മൈദയിൽ മാത്രം ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ആയാലും നമ്മൾ എണ്ണയിലിട്ട് ഇങ്ങോട്ട് പൊരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗോതമ്പ് പൊടിക്ക് അതിൻ്റെതായിട്ടുള്ള രുചി, മൈദപ്പൊടിക്ക് അതിൻ്റെതായിട്ടുള്ള രുചി. അപ്പോൾ രണ്ടിലും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ട് അപ്പോൾ ചിലവർ വിചാരിക്കും ഇതിപ്പോൾ എണ്ണയിൽ പൊരിച്ചതല്ലേ, ഇതിപ്പോൾ ഇവിടെ ഹെൽത്തി എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ടെങ്കിൽ മക്കളെ വല്ലപ്പോഴൊക്കെ ഒന്നൊരു എണ്ണയിൽ പൊരിച്ച് എണ്ണ കുടിക്കാത്ത രീതിയിൽ പൊരിച്ചെടുത്താലൊന്നും അത്ര അങ്ങോട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണം, കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഋതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓളിങ്ങനെ
കഴിക്കുന്ന സമയത്ത് എന്നോട് അറിയാൻ വെച്ചാൽ ഇന്ന് വീഡിയോ എടുക്കി, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മളിത് കഴിക്കണ്ടോന്നൊന്നും ഓരോ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് കഴിക്കണ്ടോന്ന് അറിയേണ്ട ആവശ്യം, ഇത് കഴിക്കുന്നുള്ളത് ഉറപ്പാണെന്ന്. അപ്പോൾ കഴിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്താണ് ടൊമാറ്റോ കച്ചപ്പിലോ അതല്ലെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അതിനൊക്കെ ഇങ്ങനെ ടിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പൊന്നു ഒന്നും പറയാണ്ടാവില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഓക്കെ എന്താണോ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓള് ഒന്നും ചോറും വേണ്ട ഒന്നും വേണ്ട തന്നെയാണ് കരെടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കും. കാരണം ഇതിന് അത്രക്കും രുചിയാണ്. പിന്നെ പേടിക്കാനൊന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു പേടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും ഈ ഒരു വെക്കേഷനിലൊക്കെ ഉണ്ടാക്കിയോട്ടെ. പിന്നെ നോമ്പിന് ഒക്കെ ഇഫ്താർ സ്നാക്കായിട്ടൊക്കെ ഇഫ്താറിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ്. എപ്പോൾ വേണമെങ്കിൽ രാവിലേക്കൊക്കെ കറിയൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മളെന്നും ഈ ചപ്പാത്തി പൊറോട്ട പത്തിരി പുട്ട് പുട്ട് ഇടിയപ്പം വെള്ളപ്പം ദോശ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കണേനെക്കാട്ടൊക്കെ നല്ല ഇടയ്ക്കൊക്കെ ഇതുപോലൊന്ന് സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ഓരോക്കെ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല. ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പായി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫ്ലോപ്പാവലും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ചുറ്റി കാണിച്ചതുപോലെ ഒന്ന് ചുറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സുന്ദരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരട്ടോ.